ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മിസ്രിയ ഫാമിലി വ്ലോഗ്. ഇന്ന് നമ്മളൊരു കഞ്ഞിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. സവാള, തക്കാളി, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക. പിന്നെ ഞാനിവിടെ 1/2 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. ബിരിയാണി അരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരു പാന് അടുപ്പിൽ വെച്ച് കൊടുക്കാം. അത് ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കത് ചൂടായി വരുമ്പോൾ അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ തക്കാളി, പച്ചമുളക്, ഒരു 4-5 പച്ചമുളകുണ്ട്, മല്ലിയില, കറിവേപ്പില, പിന്നെ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരണം. അപ്പോൾ നമുക്കിതിന് വേണ്ട അരി ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമുക്കൊന്ന് ജാറിലൊന്ന് പൊടിച്ചെടുക്കാം. നമ്മൾ പൊടിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നല്ലപോലെ തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് അരി കഴുകി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വെന്ത് വരണം. നമ്മൾ വിസിലൊന്നും ഇടുന്നില്ല, ഇങ്ങനെ തന്നെ വേവിച്ചെടുക്കാനാണ്. അങ്ങനെ അത് പെട്ടെന്ന് വെന്ത് വന്നോളും. ഇപ്പോൾ നമ്മുടെ അരിയൊക്കെ നല്ലപോലെ തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാനുണ്ട്. തേങ്ങയും 1 ടീസ്പൂൺ ജീരകവും കൂടെ അരച്ചതാണ് ഞാനിവിടെ ചേർക്കുന്നത്. 1/2 കപ്പ് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഈ സമയം നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു കഞ്ഞിയാണിത്, ജീരകക്കഞ്ഞി. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലും അതുപോലെ എൻ്റെ ഉമ്മ വയ്ക്കുന്ന അതേ ടേസ്റ്റിലാണ് ഞാനിവിടെ വയ്ക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മൾ നോമ്പ് തുറന്നിട്ട് ഇത് കഴിച്ചു വെച്ചാൽ നല്ല ശരീരത്തിന് നല്ല ഉന്മേഷവും നല്ല ടേസ്റ്റുമാണ് ഇത് കുടിക്കാൻ. നമ്മളിതുപോലെ ലൂസായിട്ട് വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാൻ, അല്ലെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോൾ നല്ല കട്ടിയായി പോവും. അതുകൊണ്ട് നമ്മൾ ഇതുപോലെ വെള്ളം പോലെ നമ്മളതിരിക്കണം. അപ്പോഴും അത് കുടിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ എത്ര കുടിച്ചാലും ഇത് മതിയാവില്ല കേട്ടോ, അത്രയും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഈ പറയുന്ന അളവ് പ്രകാരം നിങ്ങൾ വെക്കുകയാണെങ്കിൽ ഇതേപോലെ കിട്ടും, നല്ല ടേസ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാം. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. വീണ്ടും പുതിയ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു.